ഷെലിൻസ് കിച്ചൺ ആർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു തട്ടുകട സ്പെഷ്യൽ സവാള വടയാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ബൗളിലേക്ക് ഒരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർക്കാം. ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 4 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർക്കാം. കുറച്ച് വേപ്പില ചെറുതായി മുറിച്ചത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കാം. 1/2 കപ്പ് മൈദ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 നുള്ള് കായപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം നമുക്ക് അല്പാൽപമായി കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ മാവ് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പാനിലേക്ക് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കാം. ഇനി കൈവെള്ളയിൽ കുറച്ച് വെള്ളം തടവി നമുക്ക് ഇതുപോലെ ഉഴുന്നുവട പോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായി ഇതേ ഷേപ്പിൽ ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സവാള വടയാണിത്. കടലമാവ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ 2 സൈഡും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവും സവാള വടയുടെ ആകൃതിയിൽ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ തട്ടുകട സ്പെഷ്യൽ സവാള വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.